ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് കണ്ടോ? ഇതാണ് അമ്പഴങ്ങ. കണ്ടോ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അമ്പഴങ്ങ. മാങ്ങ പോലെ നല്ല പുളിയുള്ള ഒരു സാധനമാണ്. ഇതുകൊണ്ട് ഒരു ഉക്കിര റെസിപ്പി ഞാൻ ചെയ്ത് കാണിക്കാം. ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അച്ചാറിനായിട്ട് അമ്പഴങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ മാങ്ങയൊക്കെ അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ മുറ്റി അമ്പഴങ്ങയുടെ അകത്തിരിക്കുന്ന ഈ ഭാഗം അങ്ങ് കളയണം. ഈ കട്ടിയുള്ള ഭാഗം കളഞ്ഞ ശേഷം ചെറുതായിട്ട് മാങ്ങ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കാം. കട്ടിയുള്ള ഭാഗം ഇങ്ങനെ അങ്ങ് കളഞ്ഞാൽ മതി. ഇങ്ങനെ ഇളക്കി കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അമ്പഴങ്ങ മുഴുവനും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. മാങ്ങ അച്ചാറൊക്കെ തോറ്റ് പോകും. ഇങ്ങനത്തെ ഒരു അച്ചാറാണ്. ഇങ്ങനെ ഈ ഒരു സൈസിൽ മുഴുവനും അരിഞ്ഞെടുക്കാം. ബാക്കിയും കൂടെ അരിഞ്ഞുകൊണ്ട് വരാം. അച്ചാറിന് ആവശ്യത്തിനുള്ള അമ്പഴങ്ങയെല്ലാം ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയ കറയുണ്ട്. അത് പോകാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ തന്നെ ഇത് ഊറ്റിക്കളയാം. വച്ചിരുന്നാൽ വെന്തു പോകും. അമ്പഴങ്ങ വെന്തു പോകാതെ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് കൊണ്ടുവരാം. അങ്ങനെ അമ്പഴങ്ങയുടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കറയെല്ലാം കളഞ്ഞ് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കല്ലുപ്പിട്ട് ഒരു 1-2 മണിക്കൂർ മാറ്റി വയ്ക്കുക. അന്നേരം ഈ അമ്പഴങ്ങയിൽ മുഴുവനും ഈ ഉപ്പ് നന്നായിട്ട് പിടിച്ച് വരും. നന്നായിട്ട് ഇളക്കി അടച്ച് മാറ്റി വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് അതിൽ വേണ്ടുന്ന മറ്റുള്ള ചേരുവകൾ റെഡിയാക്കി എടുക്കാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഈ അമ്പഴങ്ങയിൽ ഉപ്പെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാർ തയ്യാറാക്കാം. ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക. മുഴുവൻ ഉലുവ. ആ ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം. ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചതച്ചത് അതിട്ട് കൊടുക്കാം. ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചതച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാന്താരി മുളക്, പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞതാണ്. ഇതും കൂടെ ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവൊക്കെ കുറച്ച് മതി. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ഇടുമ്പോഴാണ് അച്ചാറിനൊക്കെ നല്ല ഒരു മണം വരുന്നത്. പിന്നെ കായപ്പൊടി ഇട്ട് ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വിനാഗിരിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഉപ്പിട്ട് വച്ചിരിക്കുന്ന അമ്പഴങ്ങ ഇട്ട് കൊടുക്കുക. ആ ചാറോടുകൂടി ഒഴിച്ചു കൊടുക്കുക. അമ്പഴങ്ങ വേവേണ്ട കാര്യമൊന്നുമില്ല. ഇനി തീ അണച്ചു കൊടുക്കുക. ഈ ചൂട് മതി. തീ അണച്ചു കൊടുക്കുക. എല്ലായിടും ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചൂട് മാറുമ്പോൾ കുപ്പികളിലാക്കി വയ്ക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് വരണം. ചാറ് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചൂട് മാറാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക. അങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഇനി ചൂട് മാറിയ ശേഷം ഗ്ലാസ് ബോട്ടിലാക്കി വയ്ക്കുക. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പം മിക്ക വീടുകളിലും അമ്പഴങ്ങയൊക്കെ കിട്ടാനുണ്ട്. അന്നേരം ഇത് ഒന്ന് അച്ചാറിട്ട് കഴിക്കുക അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തിന് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് വളരെ നാൾ കേടാകാതെ ഇരിക്കണമെങ്കിൽ കുറേ കൂടി നല്ലെണ്ണ ചേർക്കാം. നമ്മൾ കടുക് വറുക്കുമ്പോൾ നല്ലെണ്ണ കുറച്ച് 1 കപ്പ് നല്ലെണ്ണ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കും. ഇവിടെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇത് തീരും. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നല്ല നല്ല വിഭവങ്ങളുടെ വീഡിയോ ഞാൻ ഇട്ട് തരുന്നതാണ്. അത് കാണണമെങ്കിൽ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തണം.